ഹായ് ഫ്രണ്ട്സ്, ബ്രാൻഡിങ് ഇൻ സിയോങ്സുന്റെ 10ാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു നിർത്തിയത് നെയ്യും നോൻഹോയും കൂടെ കട്ടിലിൽ വീണ് കിടക്കുന്നതാണ്. അങ്ങനെ നെയ്യും നോൻഹോയും കണ്ണിൽ നോക്കി കിടക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ബാക്കി 3 പേര് എത്തിയത്. അവർ 3 പേരും ഒൻഹോനെ നെയ്യിനെയും കളിയാക്കി. അങ്ങനെ നെയ്യുൻ ആ ലോക്ക് തുറക്കാൻ ശ്രമിച്ചു. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആ ലോക്ക് നെയ്യുൻ തുറന്നത്. അതെല്ലാം അവിടെ നിന്ന് ആരോ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ആരാണ് ആ ഫോട്ടോ എടുത്തതെന്ന് ഇപ്പോൾ കാണിക്കുന്നില്ല. ആ സീനിന് ശേഷം പിന്നെ നമ്മൾ കാണുന്നത് മിസ്റ്റർ നാമിനെയാണ്. മിസ്റ്റർ നാമ ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് യൂമി എത്തി. എന്തിനാണ് എന്നെ ഇത്രയും ദൂരം വരുത്തിച്ചതെന്ന് യൂമി നാമിനോട് ചോദിച്ചു. നിനക്ക് എന്താണ് ഇത്രയും ധൃതി, ആദ്യം ഒരു ഡ്രിങ്ക്സ് കഴിക്കാനും പറഞ്ഞ മിസ്റ്റർ നാമ യൂമിക്ക് ഡ്രിങ്ക്സ് ഓഫർ ചെയ്തു. എന്റെ സമയം കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, പ്രത്യേകിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നും ഇല്ലെങ്കിൽ ഞാൻ പോവാണെന്നൊക്കെ യൂമി പറഞ്ഞു. നെയ്യൻ, കാരണം നിനക്ക് ഒരുപാട് സ്ട്രെസ് ഉള്ള കാര്യം എനിക്കറിയാം. ഞാൻ ഡയറക്ടർ ഹാനിനെ ഒരു ഫോൺ കോൾ ചെയ്തു കഴിഞ്ഞാൽ ഇതെല്ലാം സോൾവ് ആവും. ഞാനൊന്ന് ഡയറക്ടർ ഹാനിനെ വിളിച്ച് സംസാരിക്കട്ടെ എന്ന് നാമ തിരക്കി. യൂമി മിസ്റ്റർ നാമിന്റെ ഫോൺ എടുത്ത് ആ ഡ്രിങ്ക്സിലേക്ക് ഇട്ടു. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാമെന്നും പറഞ്ഞ് യൂമി അവിടെ നിന്ന് പോയി. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം യൂമിയെ സഹായിക്കുന്നത് മിസ്റ്റർ നാമല്ല. അങ്ങനെ യൂമി അവിടെ നിന്ന് ഇറങ്ങിയ സമയത്തായിരുന്നു ഒരു മെസ്സേജ് വന്നത്. യൂമി ആ മെസ്സേജ് എടുത്ത് നോക്കി, എന്നാൽ അതെന്താണെന്ന് ഇപ്പോൾ കാണിക്കുന്നില്ല. ആ സീനിന് ശേഷം പിന്നെ നമ്മൾ കാണുന്നത് അടുത്ത ദിവസം കണ്ണു തുറക്കുന്ന നെയ്യുന്നെയാണ്. നെയ്യ് നോക്കുമ്പോൾ തന്റെ റൂമെല്ലാം ചെടികൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഒന്നുപോയാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് നെയ്യുന് മനസ്സിലായി. നെയ്യ് നോക്കുമ്പോൾ തന്റെ റൂം മാത്രമല്ല, അവിടെയെല്ലാം ഉന്നു അലങ്കരിച്ചിരിക്കുന്നു. ഉന്നു ഇതൊരു ബൊട്ടാനിക്കൽ ഗാർഡൻ ആക്കിയല്ലോ എന്ന് നെയ്യുൻ മനസ്സിലോർത്തു. നെയ്യുൻ അവിടെയെല്ലാം ഉന്നുവിനെ അന്വേഷിച്ചെങ്കിലും അവിടെ ഒന്നും ഉന്നുവിനെ കണ്ടില്ല. ആ സമയത്തായിരുന്നു നെയ്യുൻ ഗ്രൂപ്പ് ചാറ്റ് നോക്കിയത്. ലേറ്റ് ആയിട്ട് എല്ലാവരും അറിയിക്കുന്നതുകൊണ്ട് ക്ഷമിക്കണം, നിങ്ങൾക്ക് കുറച്ച് നേരത്തെ വരാമോ എന്നൊക്കെ ഉന്നു ഗ്രൂപ്പിൽ ചോദിച്ചു. എന്നാൽ ലെക്സും ലീയും ജെന്നിയും ഓരോ കള്ളക്കാർഡങ്ങളൊക്കെ പറഞ്ഞ് അവിടെ നേരത്തെ എത്താൻ സാധിക്കില്ല എന്ന് ഗ്രൂപ്പിൽ പറഞ്ഞു. എന്നാൽ അവർ 3 പേരും കാട്ടിലേക്ക് കിടന്നുകൊണ്ട് തന്നെയാണ് ഓരോ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞത്. നേരത്തെ വരാനുള്ള മടി കൊണ്ടാണ് അവർ 3 പേരും അങ്ങനെ പറഞ്ഞത്. എന്നാൽ കുഴപ്പമില്ല, സാധാരണ സമയത്ത് തന്നെ വന്നാൽ മതിയെന്ന് ഉന്നു അതിൽ മെസ്സേജ് അയച്ചു. അവൻ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്, അവൻ ഒരു പാഠം പഠിപ്പിച്ചിട്ട് തന്നെ കാര്യമെന്നൊക്കെ നെയ്യുൻ മനസ്സിലോർത്ത് നേരെ ഓഫീസിലേക്ക് പോയി. ആ സീൻ കട്ട് ചെയ്ത് പിന്നെ നമ്മൾ കാണുന്നത് ഓഫീസിലേക്ക് എത്തിയിരിക്കുന്ന നെയ്യുനെയാണ്. നെയ്യുൻ ആകപ്പാടെ സർപ്രൈസ് ആയി പോയി. കാര്യം നെയ്യുൻ എത്തിയപ്പോഴേക്കും അവിടെ ബാക്കിയുള്ള എല്ലാ വർക്കേഴ്സും ജോലി ചെയ്യുകയായിരുന്നു. അതായത് നേരത്തെ വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞവരെല്ലാവരും അവിടെ നിന്ന് ജോലി ചെയ്യുന്നു. ഇത് കണ്ട നെയ്യുൻ ആകപ്പാടെ അതിശയപ്പെട്ടു. ഇതൊക്കെ എങ്ങനെ സാധിച്ചു എന്ന് നെയ്യുൻ ഉന്നുവിനോട് തിരക്കി. ഉന്നു നെയ്യുനെ ചിരിച്ചു മാത്രം കാണിച്ചു. അങ്ങനെ അവർ പ്രസന്റേഷൻ ഉള്ളതെല്ലാം തയ്യാറാക്കിയിട്ട് ആ മോഡലിനെ കാണാനായിട്ട് പോയി. മോഡൽ ആ പ്രസന്റേഷൻ എല്ലാം നോക്കി. ആ പ്രസന്റേഷന്റെ ഇടയ്ക്കായിരുന്നു മോഡലിന് ആവശ്യം ബ്ലാക്ക് ഹെയർ ആണെന്നുള്ള കാര്യം ആ മോഡൽ തിരിച്ചറിയുന്നത്. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്, ഹെയർ കളർ ചേഞ്ച് ചെയ്യാനോ, അതും എന്റെ ഹെയർ സ്ട്രെയിറ്റ് ചെയ്യാനോ എന്നൊക്കെ മോഡൽ ഉന്നുവിനോട് ചോദിച്ചു. അതെ, അത് പിന്നെ ബ്രാൻഡിന്റെ ഇമേജ് എന്ന് പറയുന്നത് മോഡലിന്റെ കൂടി ഇമേജ് ആണ്, അതുകൊണ്ട് മോഡൽ കുറച്ച് പ്രൊഫഷണൽ ആവണം എന്നൊക്കെ ഉന്നു എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. നിങ്ങൾ എന്താ പറയുന്നത്, മുടി സ്ട്രെയിറ്റ് ചെയ്യാനോ എന്നൊക്കെ ചോദിച്ചു മോഡൽ ദേഷ്യപ്പെട്ട് എണീറ്റു. ശരിയാ, ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ അതെനിക്ക് ചേരുവായിരിക്കും എന്നൊക്കെ മോഡൽ കൂട്ടിച്ചേർത്തു. അപ്പോഴാണ് അവർക്കെല്ലാം സന്തോഷമായത്. അവർ 4 പേരും സന്തോഷം കൊണ്ട് എന്തൊക്കെയോ ചെയ്തു കൂട്ടി. അതിലൊന്നും കൂടാതെ നെയ്യുൻ അവിടെ മാറിയിരിപ്പുണ്ടായിരുന്നു. ആ സീനിന് ശേഷം പിന്നെ നമ്മൾ കാണുന്നത് മോഡൽ മുടി സ്ട്രെയിറ്റ് ചെയ്യുന്നതാണ്. അവരുടെ ലുക്ക് ആകെപ്പാടെ മാറിപ്പോയിരുന്നു. ആ സീനിന് ശേഷം പിന്നെ നമ്മൾ കാണുന്നത് മാർക്കറ്റിംഗിന്റെ ഒക്കെ ആവശ്യമായിട്ട് നെയ്യുനും ഉൻഹോയും ലീയും ഒരു ഷോപ്പിന്റെ മുന്നിൽ നിൽക്കുന്നതാണ്. ആ ഷോപ്പിൽ അവരുടെ പരസ്യം പതിപ്പിക്കാനായിരുന്നു അവരുടെ ഉദ്ദേശം. അതിന്റെ ഷോപ്പ് ഓണർ സമ്മതിച്ചതായിരുന്നു. ആ സമയം ലെക്സ് ഡിസൈനിന്റെ ഒക്കെ പുറകിനായിരുന്നു. ലെക്സും ആർട്ട് ടീമിലെ ഒരു മെമ്പറും കൂടി ചേർന്ന് അവർക്ക് ആവശ്യമായ ഡിസൈൻ എല്ലാം തയ്യാറാക്കുകയായിരുന്നു. ആ സമയം അങ്ങോട്ടേക്ക് ജംഗു എത്തി. ജംഗു അവർക്കൊരു ഗുഡ് ലക്ക് ഒക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോയി. ആ സമയത്ത് യൂമി ജംഗുവിനെ കണ്ടു. യൂമി ജംഗുവിന്റെ അടുത്ത് വന്ന് സംസാരിച്ചു. നീ എന്നെ ഇഗ്നോർ ചെയ്യാനാണോ ശ്രമിക്കുന്നത്, നീ എന്താണ് എന്റെ മെസ്സേജിനൊന്നും റിപ്ലൈ തരാത്തത് എന്നൊക്കെ യൂമി ചോദിച്ചു. എന്നിൽ നിന്ന് എന്ത് കേൾക്കാനാണ് നീ ആഗ്രഹിക്കുന്നതെന്ന് എനിക്കറിയില്ല എന്നും പറഞ്ഞ് ജംഗു അവിടെ നിന്ന് പോവാൻ ഒരുങ്ങി. നെയ്യുൻ എത്ര ശ്രമിച്ചാലും അവൾക്ക് ഇനി പഴയതുപോലെ ആവാൻ സാധിക്കില്ല. അവൾ ഇനി എന്നും അണ്ടർഡോഗ് ടീമിൽ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഞാൻ അവളെ അങ്ങനെ ആക്കും എന്നൊക്കെ യൂമി പറഞ്ഞു. എന്നാൽ ജംഗു അതിനൊരു മറുപടിയും പറയാതെ അവിടെ നിന്നും പോയി. ജംഗു യൂമിയോട് സംസാരിക്കാതെ പോയതിൽ യൂമി ആകപ്പാടെ ദേഷ്യപ്പെട്ടു. ആ സമയത്തായിരുന്നു യൂമിക്ക് ഒരു കോൾ വന്നത്. നെയ്യുന്റെ ഒക്കെ കോൺസെപ്റ്റ് എന്താണെന്ന് അറിയാവുന്നതല്ലേ, അവർ ചെയ്യുന്നതെല്ലാം എങ്ങനെയെങ്കിലും നിർത്തണം എന്നൊക്കെ പറഞ്ഞ് യൂമി ആരോടോ ദേഷ്യപ്പെട്ട് കോൾ കട്ട് ചെയ്തു. അതിനുശേഷം യൂമി ആരെയോ വിളിച്ചു. എനിക്ക് കുറച്ചുകൂടെ പൈസ വേണം, എനിക്ക് വേരോടെ എല്ലാം നശിപ്പിക്കണം എന്നൊക്കെ യൂമി ആരോടോ സംസാരിച്ചു. നെയ്യുനും ഉൻഹോനുള്ള അടുത്ത പണിയാണ് യൂമി ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അടുത്ത ദിവസം ഉൻഹോയും നെയ്യുനും ലീയും അവരെന്ന് ഡിസൈൻ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരുന്ന ഷോപ്പില്ലേ ആ ഷോപ്പിലേക്ക് എത്തി. എന്നാൽ അവരിപ്പോ നോക്കുമ്പോൾ മറ്റേതൊരു പ്രൊജക്ടിന്റെ പോസ്റ്റേഴ്സ് എല്ലാം അവിടെ കെട്ടുന്നു. ആ സമയത്താണ് ആ ഷോപ്പ് ഓണർ അങ്ങോട്ടേക്ക് എത്തിയത്. അവർ ഞങ്ങൾക്ക് നല്ല ഓഫറാണ് തന്നത്, ഞങ്ങൾ എന്ത് ചെയ്യാനായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ റെന്റ് കൂട്ടി തരണമായിരുന്നു എന്നൊക്കെ ആ ഓണർ പറഞ്ഞു. ആരാണിത് റെന്റിന് എടുത്തതെന്ന് നെയ്യുൻ തിരക്കി.
തിരക്കി. യൂമിയുടെയൊക്കെ ടീമാണെന്ന് ഷോപ്പ് ഓണർ മറുപടി പറഞ്ഞു. അത് കേട്ടപ്പോൾ ഉൻഹോയും ലീയും ആകെപ്പാട് ഞെട്ടിപ്പോയി. പക്ഷെ നെയ്യുന് മാത്രം അത്ര ഞെട്ടലില്ലായിരുന്നു. കാരണം യൂമിയുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലുമൊക്കെ ചതി നെയ്യുൻ പ്രതീക്ഷിച്ചിരുന്നതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്നൊക്കെ മിസ് ലീ തിരക്കി. എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ മറ്റൊരു പ്ലേസ് കണ്ടുപിടിക്കണം എന്നൊക്കെ നെയ്യുൻ പറഞ്ഞു. അതിന് നമ്മുടെ കോൺസെപ്റ്റ് അവരും കൂടെ അക്സെപ്റ്റ് ചെയ്യണ്ടേ എന്നൊക്കെ ലീ പറഞ്ഞു. അവരുടെ പ്രൊജക്ട് എന്ന് പറയുന്നത് ഒരു 18+ അല്ലേ, അപ്പോൾ എല്ലാവരും അത് സമ്മതിക്കണമെന്നില്ല. അതുകൊണ്ടാണ് മിസ് ലീ അങ്ങനെയൊക്കെ പറഞ്ഞത്. അവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ഷോപ്പ് കണ്ടുപിടിക്കണമായിരുന്നു. അങ്ങനെ നെയ്യുനും ഉൻഹോയും മറ്റൊരു ഷോപ്പ് തപ്പിയിറങ്ങി. ലീയോട് അടച്ചിട്ടിരിക്കുന്ന ഫാർമസിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം തയ്യാറാക്കാൻ നെയ്യുൻ പറഞ്ഞു. നെയ്യുൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഉൻഹോയ്ക്ക് മനസ്സിലായില്ല. അടച്ചിട്ടിരിക്കുന്ന ആ ഫാർമസിയാണോ നമ്മുടെ പ്രൊജക്ടിന് നീ പ്ലാൻ ചെയ്യുന്നത് എന്നൊക്കെ ഉൻഹോ നെയ്യുനോട് ചോദിച്ചു. അതെ എന്നും പറഞ്ഞ് നെയ്യുൻ അവിടെ നിന്ന് പോയി. ഉൻഹോ നെയ്യുന്റെ പുറകെ തന്നെ പോയി. അവർ രണ്ടുപേരും എത്തിയത് ആ അടച്ചിട്ടിരിക്കുന്ന ഫാർമസിയിലേക്കാണ്. ആ ഫാർമസി ആ പടക്കുളവായി കിടക്കുകയായിരുന്നു. ഉൻഹോ അവിടെ എല്ലാം നോക്കി കണ്ടു. അവിടെയെല്ലാം അത്രയ്ക്ക് മോശമായിട്ടായിരുന്നു കിടന്നിരുന്നത്. ഇതെല്ലാം വർക്കാവോ എന്ന് ഉൻഹോ നെയ്യുനോട് തിരക്കി. നമുക്കിത് വർക്ക് ചെയ്യിപ്പിച്ചെടുത്തേ പറ്റുള്ളൂ എന്നൊക്കെ നെയ്യുൻ മറുപടി പറഞ്ഞു. ആ സമയത്ത് നെയ്യുൻ ഒരു കോള് വന്നു. ലീ ആണ് വിളിച്ചത്. ഇപ്പോൾ അവർ കാണാൻ വന്ന ആ ബിൽഡിംഗ് ഇല്ലേ, അതായത് ആ ഫാർമസിയൊക്കെ നിൽക്കുന്ന ബിൽഡിംഗ്, ആ ബിൽഡിംഗിന്റെ ഓണർ ഇപ്പോൾ വെക്കേഷനിലാണ്. ഓണറിനെ കോണ്ടാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടായിരുന്നു ലീ വിളിച്ചത്. ഇനി എന്ത് ചെയ്യണമെന്ന് നെയ്യുനും ഉൻഹോയ്ക്കും ഒരു പിടിയില്ലായിരുന്നു. ആ സമയത്ത് തന്നെയാണ് ലെക്സ് മെസ്സേജ് അയച്ചത്. ഓഫീസിൽ ഒരു ബിഗ് എമർജൻസി ഉണ്ടെന്നും പറഞ്ഞാണ് ലെക്സ് മെസ്സേജ് അയച്ചത്. നെയ്യുനും ഉൻഹോയും പെട്ടെന്ന് തന്നെ ഓഫീസിലേക്ക് എത്തി. ആ സമയം ലെക്സ് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നീ എന്തിനാണ് കരയുന്നതെന്നൊക്കെ ഉൻഹോ തിരക്കി. ഇതിന്റെ പുറകിൽ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടതായിരുന്നു എന്നൊക്കെ ലെക്സ് പറഞ്ഞ് കമ്പ്യൂട്ടറിലേക്ക് ചൂണ്ടിക്കാണിച്ചു. ടീം 1-ലെ മിസ്റ്റർ നോവ ഇവിടെ വന്നിട്ട് ബാക്കി പൂർത്തിയാക്കുന്നതിന് മുന്നേ തന്നെ ആർട്ട് ടീമിലെ ആ കൊളീഗ് കരഞ്ഞുപോയി. അപ്പോഴാണ് നമുക്ക് ഫ്ലാഷ് ബാക്ക് സീൻ കാണിക്കുന്നത്. അവരെല്ലാം അവിടെ ഇരുന്ന് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ടീം 1-ലെ 2 മെമ്പേഴ്സ് അങ്ങോട്ടേക്ക് വന്നത്. നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞ് അവർ അടുത്തേക്ക് വന്നു. എന്നാൽ ആർട്ട് ടീമിലുള്ളവരും ലെക്സും അത് കാണിക്കാൻ തയ്യാറായില്ല. അവരെല്ലാം ആ കമ്പ്യൂട്ടർ കുത്തിപ്പിടിച്ചു. എന്നാൽ അവർ അത് കാണണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ച് അവിടെ ഒരു പിടിവലിയായി. അങ്ങനെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ വർക്കും പോയി എന്ന് ലെക്സ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ആ സമയം ഉൻഹോയ്ക്കും ആകപ്പാടെ വിഷമമായി. അങ്ങനെ ലെക്സും ആർട്ട് ടീമിലെ ആ മെമ്പറും ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നിർത്താനൊക്കെ നെയ്യുൻ ദേഷ്യപ്പെട്ടു പറഞ്ഞു. ആ സമയമാണ് അങ്ങോട്ടേക്ക് യൂമി എത്തിയത്. യൂമിയുടെ കൂടെ തന്നെ ആ ഡിസൈൻ എല്ലാം നശിപ്പിച്ച് അവർ രണ്ടുപേരും ഉണ്ടായിരുന്നു. ഇതിലും യൂമിയുടെ കൈയുണ്ടെന്ന് വ്യക്തമാണ്. നിങ്ങളുടെ പ്രൊജക്ടിന് ഒരു സ്റ്റോർ വേണം, പക്ഷെ നിങ്ങൾ ഉദ്ദേശിച്ചിരുന്ന ആ സ്റ്റോർ ഇപ്പോൾ എന്റെ കയ്യിലാണ്. ആ സ്റ്റോറിന്റെ ഡിസൈനിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആർട്ട് ടീമിന്റെ ആവശ്യമുണ്ട്. എല്ലാത്തിന്റെയും പവർ എന്റെ കയ്യിലാണ്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം ഇപ്പോൾ എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ഡീല് വെച്ചാലോ എന്നൊക്കെ യൂമി തിരക്കി. യൂമി ഇതെല്ലാം ചോദിക്കുന്നത് നെയ്യുന്റെ അടുത്താണ്. പക്ഷേ ശരിക്കും അത് നെയ്യുനല്ലല്ലോ, ഉൻഹോയല്ലേ. ഉൻഹോ ഒന്ന് നെയ്യുനെ നോക്കി. എന്നിട്ട് നിനക്ക് എന്താ വേണ്ടതെന്ന് ഉൻഹോ നെയ്യുൻ എന്ന പോലെ ചോദിച്ചു. നിന്റെ അഭിമാനം സഹായിക്കാൻ വേണ്ടിയിട്ട് എന്റെ മുന്നിൽ നീ അപേക്ഷിക്കണം. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കാര്യം ഒന്ന് ഞാൻ ചിന്തിക്കാം. അതേപോലെ തന്നെ ഉൻഹോയും തന്റെ മുന്നിൽ അപേക്ഷിക്കണമെന്ന് യൂമി പറഞ്ഞു. രണ്ടുപേരും ഒരുമിച്ച് അപേക്ഷിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങളുടെ വഴിക്ക് ഞാൻ വരാതിരിക്കുള്ളൂ എന്നൊക്കെ യൂമി പറഞ്ഞു. അങ്ങനെ ഉൻഹോ, അതായത് നെയ്യുൻ, അവരുടെ എല്ലാം മുന്നിൽ ഇത് നെയ്യുനാണ്, പക്ഷെ ശരിക്കും ഇത് ഉൻഹോയല്ലേ. അങ്ങനെ ഉൻഹോ യൂമിയുടെ അടുത്ത് അപേക്ഷിക്കാൻ പോയി. എന്നാൽ നെയ്യുൻ പെട്ടെന്ന് തന്നെ ഉൻഹോനെ പിടിച്ചു നിർത്തി. എന്നിട്ട് നെയ്യുൻ സംസാരിച്ചു. അവർക്കെല്ലാം ഇത് ഉൻഹോയാണ്. ഉൻഹോ യൂമിയോട് സോറി ചോദിച്ചു. എന്തിനാണ് സോറി ചോദിക്കുന്നതെന്ന് എനിക്കറിയില്ല. ആ കാര്യം അറിയാത്തത് കൊണ്ടും നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ നെയ്യുൻ കളിയാക്കി യൂമിയോട് പറഞ്ഞു. അവർ വിചാരിക്കുന്നത് ഇത് ഉൻഹോയാണെന്നാണ്, പക്ഷെ ഇത് ശരിക്കും നെയ്യുനല്ലേ. അപ്പോൾ മറുപടിയും നെയ്യുന്റെ ആറ്റിറ്റ്യൂഡിൽ തന്നെ ആയിരിക്കുമല്ലോ. എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിനക്ക് ഇത്രയും ധൈര്യമാണോ എന്ന് യൂമി തിരക്കി. പിന്നെ ഒരു കാര്യം കൂടെ, ഇതുവരെയും ഞങ്ങളുടെ വഴിയിൽ നീ വന്നിട്ടില്ല. നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും നടക്കില്ല. അതിനും കൂടെ ചേർത്ത് നീ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ നെയ്യുൻ പറഞ്ഞ് യൂമിയെ കളിയാക്കി. യൂമിക്ക് ആകെപ്പാടെ ദേഷ്യം വന്നിരുന്നു. തയ്യാറായിരുന്നോ, നിങ്ങൾ രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞ് യൂമി അവരെ ഭീഷണിപ്പെടുത്തി. എന്നാൽ അത് നമ്മുടെ നെയ്യുനല്ലേ. ആ ഭീഷണിയിലൊന്നും നെയ്യുൻ വീഴില്ല. നെയ്യുൻ അവളെ ചിരിച്ചു മാത്രം കാണിച്ചു. ഈ സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ശരിക്കും യൂമി തന്നെയാണ് വില്ലത്തിയെന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. മിസ്റ്റർ നാം അല്ലാതെ വേറെ ആരോ യൂമിയെ സഹായിക്കുന്നുണ്ട്. ഇനി ചിലപ്പോൾ അയാളായിരിക്കും ശരിക്കുള്ള വില്ലൻ. എന്നിരുന്നാലും നമുക്കിതെല്ലാം ഇനിയും വരുന്ന എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഈ എപ്പിസോഡ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടുമല്ലോ അല്ലേ. അതുവരേക്കും ബൈ ബൈ ഫ്രം മൂവി ടോക്കീസ്.